ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എന്താ എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആലപ്പുഴ ജിംഖാന എന്ന മൂവിയാണ്. മൂവിയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മൂവിയിലേക്ക് പോകാം. നമ്മുടെ കഥയിലെ തുടക്കത്തിലെ തന്നെ നായകനും കൂട്ടുകാരും ഒരു ഷാപ്പിലിരുന്ന് കള്ളു കുടിക്കുകയാണ്. അവരുടെ +2 റിസൾട്ട് വരുന്ന ദിവസമാണിന്ന്. അങ്ങനെ അവർ റിസൾട്ട് നോക്കി ഫെയിൽഡ് ആകുന്നവരെ ചിയേഴ്സ് പറഞ്ഞ് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫെയിൽഡ് ആകുവാണെങ്കിലും പാസ്സാകുവാണെങ്കിലും അവരൊരുമിച്ചിരുന്ന് ആഘോഷിക്കാമെന്നാണ് അവരുടെ തീരുമാനം. ഡേവിഡ് എന്ന DJ, ഷാനവാസ്, വലുതെന്ന ഇരട്ടപ്പേരുള്ള ഷിയാസ്, ചെറുതെന്ന ഇരട്ടപ്പേരുള്ള ഷിയാസ്, നായകനായ ജോജോ എന്നിങ്ങനെ 4 പേരാണ് കൂട്ടുകാർ. അങ്ങനെ ഇരിക്കുമ്പോൾ ഷാനവാസ് പതിയെ ഞാനിന്ന് കഴിക്കുന്നില്ലടാ, ഞാൻ എന്തായാലും പാസ്സായിട്ടുണ്ട്, വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ വെയിറ്റ് ചെയ്യും, അതുകൊണ്ട് കള്ളു കുടിച്ചിട്ട് ശരിയാകത്തില്ല, അതുകൊണ്ട് ഞാൻ പോകുക എന്നും പറഞ്ഞ് പുള്ളി പതിയെ അവിടുന്ന് സ്കൂട്ടാക്കുകയാണ്. ബാക്കി 3 പേർക്കും സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. കാരണം ജയിച്ചാലും തോറ്റാലും ഒരുമിച്ചിരുന്ന് അടിക്കാന്ന് പറഞ്ഞാണ്. ഇതെല്ലാം കഴിഞ്ഞ് ജോജോ വൈകിട്ട് വന്നിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അമ്മയെ അടുത്തിരിപ്പുണ്ട്. അമ്മ അവൻ +2 തോറ്റതിനെ പറ്റി പരാതിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഷാനവാസിന്റെ കൂടെ അവൻ ബോട്ടിൽ പോകുമ്പോൾ കുറേ നാളായിട്ട് അവന്റെ ക്രഷായ അനുപമ എന്ന് പറഞ്ഞ പെൺകുട്ടി ആ ബോട്ടിൽ നിൽക്കുന്നുണ്ട്. അവളെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്ത് ചെന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബോട്ടിൽ നിന്ന് ഇറങ്ങി അവൻ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് അവന്റെ കൂട്ടുകാരിയായ ഷംനയുടെ അടുത്തേക്കാണ്. അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ഇവർ വരുന്നത് നോക്കി അവർ തോറ്റ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അവളും അവളുടെ കൂട്ടുകാരി അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലോട്ടറി വിൽപ്പനക്കാരിയായ ഒരു സ്ത്രീ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. 75 ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാന തുക. മോന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഈ കൊച്ചു വാങ്ങിച്ചോളും എന്ന് പറയുന്നുണ്ട് ആ സ്ത്രീ. അപ്പോൾ ജോജോ പറയുകയാണ്, അതിൽ എത്രയോ വില പിടിച്ച ആളായി ഇരിക്കുന്നതെന്ന് ചേച്ചിക്കറിയാമോ, അതുകൊണ്ട് ലോട്ടറി ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് ആ സ്ത്രീയെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. ജോജോ അങ്ങനെ പറയുമ്പോൾ ഷെറിൻ അതൊക്കെ കേട്ടിട്ട് വളരെ സന്തോഷമാകുന്നു. ഷെറിന്റെ മനസ്സിൽ ജോജോയോട് ഒരു ചെറിയ ഇഷ്ടമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് ഫ്രണ്ട്സ് എല്ലാം കൂടി ചെറുതിന്റെ വെട്ടുകടയിൽ കൂടിയിരിക്കുമ്പോൾ ആൽബി എന്ന് പറഞ്ഞ ഒരാള് അങ്ങോട്ട് വരുന്നുണ്ട്. അവൻ ഷിയാസിനെയാണ് വന്ന് വിളിക്കുന്നത്. ഷിയാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വലുത്. മരി എന്ന പെൺകുട്ടിയുടെ പുറകെ ഷിയാസ് നടക്കുകയാണെന്നും അവളെ ശല്യപ്പെടുത്തുകയും അവളോട് ഉമ്മ ചോദിച്ചെന്നും ഒക്കെയാണ് ആൽബിയുടെ പരാതി. അങ്ങനെ ഷിയാസിനെ ആൽബി വിരട്ടിയിട്ട് പോകുന്നതുകൊണ്ട് അവർ 4 പേരും കൂടെ പ്രതികാരം ചോദിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. DJ ആണ് ഇവരെല്ലാം കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇന്ന് ഞാൻ അവനെ അടിച്ച് ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് വാച്ചും ഗ്ലാസ്സൊക്കെ ഒരു കൂട്ടുകാരന്മാരുടെ കൈ കൊടുത്തിട്ട് അവൻ ആൽബിനെ അടിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. പക്ഷേ ആൽബിയുടെ ഒറ്റയിടിക്ക് നമ്മുടെ DJ പടമാകും. അവനൊരു ബോക്സറാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ടാന്ന് എന്ന് നമ്മുടെ വലുതായിട്ടിരുന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ജോജോയ്ക്ക് ബോക്സിങ്ങിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി താല്പര്യം ഉണ്ടാവും. അങ്ങനെ അവൻ വീട്ടിൽ വന്നിരുന്ന് ബോക്സിങ്ങിനെ പറ്റിയുള്ള വീഡിയോകളൊക്കെ കാണുകയാണ്. നമ്മളോർക്കും ബോക്സിംഗ് ഒക്കെ പഠിച്ചിട്ട് ആൽബിനെ തിരിച്ചിടിക്കാൻ വേണ്ടി പോകാനുള്ള പരിപാടിയാണെന്ന്. പക്ഷേ സംഭവം അതല്ല. അവൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് കൂട്ടുകാരെ വീഡിയോ കോൺഫറൻസിൽ ഓരോരുത്തരെ കണക്ട് ചെയ്യുകയാണ്. നമ്മൾ എക്സാം പാസ്സാകാനും കോളേജിൽ അഡ്മിഷൻ കിട്ടാനും എൻ്റെ കയ്യിൽ ഒരു പുതിയ ഐഡിയ ഉണ്ടെന്നാണ് അവൻ പറയുന്നത്. നമ്മൾ ബോക്സിംഗ് കോമ്പറ്റീഷന് പോവുകയാണെങ്കിൽ ഗ്രേസ് മാർക്ക് കിട്ടുകയും ചെയ്യും, നമുക്ക് ഈസി ആയിട്ട് കോളേജിൽ അഡ്മിഷൻ മേടിക്കാനും പറ്റും. അങ്ങനെ അവർ 4 പേരും കൂടിയിരുന്ന് ബോക്സിംഗ് പഠിക്കുന്നതിനെ പറ്റി ആലോചിക്കുകയാണ്. പക്ഷെ എവിടെയാണ് ബോക്സിംഗ് പഠിപ്പിക്കുന്നതെന്നുള്ള കാര്യം അറിയത്തില്ല. അതും ആലപ്പുഴയിൽ. ചെറുത് പറയും അങ്ങനെ ഒരു സ്ഥലമുള്ള കാര്യം എനിക്കറിയാം, ആലപ്പുഴ ജിംഖാനയാണത്. അങ്ങനെ അവർ ബോക്സിംഗ് പഠിക്കാൻ വേണ്ടി ആലപ്പുഴ ജിംഖാനയിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ അഡ്മിഷനൊക്കെ എടുത്തിട്ട് നിൽക്കുമ്പോൾ കോച്ചിനെ അവർക്ക് പരിചയപ്പെടുത്തുന്നു. അവരിപ്പോൾ തന്നെ ബോക്സിംഗ് പഠിപ്പിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ കോച്ച് അവരോട് പറയുന്നത് ഈ ബിൽഡിങ്ങിന് ചുറ്റും 50 തവണ ഓടിയിട്ട് വരാനാണ് പറയുന്നത്. ആദ്യം അവർ കേൾക്കുമ്പോൾ ഒന്നും ഞെട്ടുവെങ്കിലും വേറെ മാർഗമില്ലാത്തത് കൊണ്ട് അവർ 50 തവണ ഓടും. അതെല്ലാം കഴിഞ്ഞ് മടുത്തു വന്നിരുന്ന കോച്ചെ ഞങ്ങൾ 50 തവണ ഓടിയെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്നാൽ എല്ലാവരും വീട്ടിൽ പോക്കോ, നാളെ തൊട്ട് ക്ലാസ് തുടങ്ങാമെന്ന് പറയും. അങ്ങനെ അവർ പിറ്റേ ദിവസം സ്പോർട്സ് വെയർ ഒക്കെ ഇട്ട് ബോക്സിംഗ് പഠിക്കാനായിട്ട് റെഡി ആയിട്ട് വരും. കോച്ചെ അപ്പോൾ തുടങ്ങുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ കോച്ച് പറയും, ഒരു 50 റൗണ്ടും ഒന്നും കൂടെ ഓടിക്കോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാമെന്ന് പറയും. അങ്ങനെ അവർ വീണ്ടും 50 തവണ ഓടി തീർത്തിട്ട് വീണ്ടും വന്നു കഴിയുമ്പോൾ പിന്നീട് അവരെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ DJ പറയുന്നുണ്ട്, എനിക്ക് ബോക്സിംഗ് വലിയ താല്പര്യമില്ല, ഞാൻ ഗുസ്തി പഠിക്കാൻ പോവുകയാണെന്ന് പറയും. അങ്ങനെ DJ ഗുസ്തി പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവർ നിന്ന് അവിടെ പ്രാക്ടീസും ചെയ്യുന്നുണ്ട്. പഞ്ച് ചെയ്യേണ്ട രീതിയാണ് കോച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ വലത് കൈ കൊണ്ട് പഞ്ച് ചെയ്യുന്ന രീതിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരാഴ്ചയായിട്ടും അതുതന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നും പഠിപ്പിക്കാത്ത കൊണ്ട് കൂടെ നിൽക്കുന്നവരോട് ചോദിക്കും, ഇതെന്താ ഇങ്ങനെ, ഇത് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ 1 മാസമായിട്ട് ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ അവർ കോച്ചിനെ വിളിക്കും. എന്നിട്ട് കോച്ചിനോട് പറയും, സാറേ ഞങ്ങളത് പഠിച്ചു കഴിഞ്ഞു എന്ന് പറയും. അപ്പോൾ കോച്ച് പറയും, അത് പഠിച്ചു കഴിഞ്ഞു, എന്നാൽ നിങ്ങൾ ഇത് ചെയ്തോളാൻ പറഞ്ഞിട്ട് ഇടത് കൈ കൊണ്ട് പഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചോളൂ. അത് കേൾക്കുമ്പോൾ ഒരു തട്ടിക്കൂട് സെറ്റപ്പായിട്ട് അവർക്ക് തോന്നുമെങ്കിലും അവർ ക്ഷമയോടെ ആ പഞ്ച് ചെയ്ത് വീണ്ടും പഠിക്കുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത ജോജോയുടെ അമ്മയ്ക്ക് ബോക്സിംഗ് പഠിക്കാൻ പോകുന്നതിലൊന്നും വലിയ താല്പര്യമില്ല. നീ കുറച്ചെങ്കിലും മനുഷ്യന് മനസമാധാനം തരുമോന്നാണ് ജോജോയോട് ചോദിക്കുന്നത്. അപ്പോൾ ജോജോ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ബോക്സിംഗ് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു, അതുകൊണ്ട് കുറച്ചും കൂടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ വേണം, നമ്മുടെ മെനു എല്ലാം മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഫുഡിന്റെ ഒരു ലിസ്റ്റ് തന്നെ അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ബോക്സിംഗ് പഠിക്കാൻ പോയതിൽ പിന്നെ തനിക്ക് ഭയങ്കര പവറാണെന്നും ആരെ വേണമെങ്കിലും ഇടിച്ചിടുമെന്നൊക്കെ അനുപമയോട് പറയുന്നുണ്ട്. അവൾ അതൊക്കെ കേട്ട് വണ്ടറടിച്ച് നിൽക്കുകയാണ്.
അങ്ങനെ അന്ന് അവർ ജിംഖാനയിൽ എത്തുമ്പോൾ കോച്ച് പുതിയൊരാളെ പരിചയപ്പെടുത്തുകയാണ്. ഇവനാണ് ആന്റണി ജോഷുവ എന്നും ഇപ്പോൾ നാഷണൽ ലെവലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ജിംഖാനയിലായിരുന്നു ഇവന്റെയും തുടക്കം. ഇവനെ നിങ്ങൾക്ക് കോച്ചായി കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമെന്നും പറയുന്നു. അങ്ങനെ അവരെ എല്ലാം പരിചയപ്പെടുത്തിയ ശേഷം അവരെ ബോക്സിംഗ് ഗ്ലൗസ് കാണിക്കാൻ വേണ്ടി ജോഷുവ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ജോഷുവ ബോക്സിംഗ് ഗ്ലൗസ് എടുത്ത് ജിജോയുടെ കൈ കൊടുത്തിട്ട് പഞ്ചിങ് ബാഗിൽ പഞ്ച് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അവൻ പഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും ജോഷുവയ്ക്ക് അതൊന്നും തൃപ്തിയാകുന്നില്ല. അവൻ വീണ്ടും വീണ്ടും പഞ്ച് ചെയ്യേണ്ട രീതി കാണിച്ചു കൊടുക്കും. എന്നിട്ട് വളരെ ശക്തിയായിട്ട് ചെയ്യാൻ പറയും. അങ്ങനെ അവൻ വളരെ ശക്തിയായിട്ട് ചെയ്തു കഴിയുമ്പോൾ പഞ്ചിങ് ബാഗ് പൊട്ടി താഴെ വീഴുകയാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും കൂട്ടുകാരൊക്കെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുകയാണ്. ജിജോയുടെ കോൺഫിഡൻസ് ലെവലും കൂടും. അങ്ങനെ കുറെ നാളത്തെ പരിശീലനത്തിന് ശേഷം ജില്ലാതല മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ജിംഖാനയിൽ വെച്ച് തന്നെയാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ കൂടെയുള്ള പ്ലെയേഴ്സിനെ ഒറ്റ പഞ്ചിന് തന്നെ പലരും വീഴ്ത്തുന്ന കണ്ട് മറ്റു പ്ലെയേഴ്സ് വീഴ്ത്തുന്ന കണ്ട് ജിജോ ആകെ പേടിക്കുന്നുണ്ട്. അങ്ങനെ അവർ മാച്ചൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് നടാഷ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അവളുടെ ഗ്യാങ്ങുമായിട്ട് കോമ്പറ്റീഷന് പങ്കെടുക്കാൻ വേണ്ടി അവിടേക്ക് വരും. ജോജോ നടാഷയെ കണ്ടതും അവളെ വളയ്ക്കാൻ വേണ്ടി അവളുടെ അടുത്ത് ചെന്ന് സംസാരിക്കുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നു. കൂടാതെ അവന്റെ മത്സരം കാണാൻ വേണ്ടിയിട്ട് അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഷെറിനും അതുപോലെ ബോട്ടുമേറ്റ് ആയിട്ടുള്ള അനുപമയും വന്നിട്ടുണ്ടായിരുന്നു. ജോജോ മത്സരിക്കുന്നത് ഷാനവാസിന്റെ കൂടെ തന്നെയാണ്. അവർക്ക് രണ്ടുപേർക്കും അധികം ബോക്സിംഗ് അറിയാത്തതുകൊണ്ടും ഷാനവാസിന് അധികം ശക്തിയൊന്നും ഇല്ലാത്തതുകൊണ്ടും ജോജോ തന്നെയാണ് അതിൽ ജയിക്കുന്നത്. അന്ന് ഷാപ്പിൽ നിന്ന് പിണങ്ങിപ്പോയതിനാണോ അതോ പെൺകുട്ടികളെ കാണിക്കാൻ വേണ്ടിയാണോ എന്നറിയത്തില്ല, ഷാനവാസിന് ശരിക്കും പഞ്ഞിക്കിടുന്നുണ്ട് നമ്മുടെ ജോജോ. എന്നാൽ നടാഷയുടെ പെർഫോമൻസ് കണ്ട് ജോജോ പോലും ഞെട്ടി നിൽക്കുകയാണ്. അവൾ വളരെ നല്ല രീതിയിൽ ബോക്സിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. മറ്റൊരിടത്തുനിന്നും വന്ന ദീപക് എന്ന് പറഞ്ഞ പയ്യൻ ജിംഖാനയിലെ ഒരു പ്ലെയറെ ഇടിച്ചു വീഴ്ത്തുന്നുണ്ട്. അവന്റെ പഞ്ചിങ് ഒക്കെ കണ്ട് ജോജോ പോലും കൈയടിച്ചു പോകുന്നു. അങ്ങനെ മാച്ചൊക്കെ കഴിഞ്ഞ് ജോജോ വീട്ടിലെത്തുമ്പോൾ അച്ഛൻ കീബോർഡിൽ ഇരുന്ന എന്തൊക്കെയോ പണികളാണ്. ജില്ലാതലത്തിൽ താൻ മത്സരിച്ച് വിജയിച്ചെന്നും ഇനി സ്റ്റേറ്റ് കോമ്പറ്റീഷന് പോകണമെന്നും അതിന് കുറച്ചൊക്കെ ഫണ്ട് ഇറക്കേണ്ടി വരുമെന്നും അച്ഛനോട് പറയുകയാണ്. പക്ഷേ അച്ഛൻ വേറെ ഏതോ ലോകത്താണ്. അടുത്ത അനിരുദ്ധ ആകാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. ഡിസ്ട്രിക്ട് ജയിച്ചിട്ടും അമ്മയാണെങ്കിൽ ബോക്സിംഗിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല. വൈകിട്ട് അങ്ങനെ കൂള് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനുപമ ചോദിക്കുന്നുണ്ട് മാച്ചൊക്കെ ജയിച്ചിട്ട് പാർട്ടി ഒന്നും ഇല്ലെന്ന്. അങ്ങനെ അവർ ഡിജെയുടെ വീട്ടിൽ വെച്ച് പാർട്ടി നടത്താൻ തീരുമാനിക്കും. അവരങ്ങനെ കാത്തിരിക്കുമ്പോൾ വലുതിന്റെ ഗേൾഫ്രണ്ടും കൂടെ അങ്ങോട്ട് വരുന്നു. കൂടാതെ അനുപമയും അവളുടെ ഫ്രണ്ട് കെസിയും അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇവര് പാർട്ടിയൊക്കെ നടത്തി ഡാൻസ് ഒക്കെ കളിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ജോജോ അനുപമയെ വീട് മുഴുവൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് ഒരു മുറിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തി വാതിലടച്ച് അവൻ തിരിയുമ്പോൾ അനുപമയ്ക്ക് മനസ്സിലാകും അവൻ കിസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന്. അങ്ങനെ അവൻ കിസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് നീ എന്തുതരം കിസ്സാണ് എന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവൾ ഒരു ലിസ്റ്റ് തന്നെ പറയുന്നുണ്ട്. ഇത്രയും വെറൈറ്റി ഉമ്മകൾ ഉണ്ടെന്നുള്ള കാര്യം ഈ സിനിമ കണ്ടു കഴിഞ്ഞ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. എന്താല്ലേ? അങ്ങനെ അനുപമ പറയുന്ന ലിസ്റ്റ് എല്ലാം കേട്ട് അവൻ ആകെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. പക്ഷെ അവൻ ഉമ്മ വെക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവനെ കൊണ്ട് അത് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് പറ്റുന്നില്ല. അവൻ ഉദ്ദേശിച്ചത് സാധാരണയായ ഒരു ഉമ്മയാണ്. അവൻ പറയുന്നുണ്ട് പ്രഷർ കയറി കഴിഞ്ഞാൽ ഞാൻ ആകെ സ്റ്റക്കായി പോകും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നവൻ പറയുന്നുണ്ട്. പക്ഷേ കാരണം അതല്ല, ഇവളിങ്ങനെയൊക്കെ പറയുന്നുള്ള കാര്യം നമ്മുടെ ജോജോ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ അവന്റെ മുഖമെല്ലാം വല്ലാതായി അവൻ ആകെ മൂഡ് ഓഫ് ആവുകയാണ്. അവർ തിരിച്ച് പാർട്ടിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അവൾ അവളുടെ കൂട്ടുകാരിയുടെ അടുത്ത് മുകളിൽ നടന്ന കാര്യം വളരെ കോമഡിയായി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അതും കൂടെ കേട്ട് കഴിയുമ്പോൾ ജോജോ ആകെ മൂഡ് ഓഫ് ആകും. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ പറയും വീട്ടിൽ നിന്ന് മമ്മിയുടെ കോള് വന്നു, ഞാൻ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറയും. നിനക്ക് ഇപ്പോൾ തന്നെ പോകണോ, നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ ഓക്കെയാണ്, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയും. പാർട്ടിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ കുഴപ്പമില്ല നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് അവൾ പോകുന്നത്. അങ്ങനെ അവളെ യാത്രയാക്കിയ ശേഷം അവൻ തിരിച്ചു വന്നിരിക്കുമ്പോൾ അവനൊരു മെസ്സേജ് വരികയാണ്. ഹായ് ജോജോ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഇത് വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നില്ല. എനിക്ക് നന്നായിട്ട് കിസ് ചെയ്യുന്ന ഒരാളെയാണ് ബോയ് ഫ്രണ്ട് ആയിട്ട് വേണ്ടേ, നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാമെന്നാണ് ആ മെസ്സേജിലുള്ളത്. അവൾ എന്തോ കിസ് ചെയ്യാൻ വേണ്ടി PhD എടുത്ത ആരെയാണ് തിരയുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് ഇതൊന്നും ചെയ്യാൻ അറിയത്തില്ലാത്തവന്മാര് തീർച്ചയായിട്ടും വല്ല യൂട്യൂബൊക്കെ നോക്കി കുറെ വെറൈറ്റി സാധനങ്ങളൊക്കെ കണ്ടുപഠിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ മുഞ്ചും. പിള്ളേരോട് പറയാനുള്ളത് ഇതിലൊക്കെ എന്തിരിക്കുന്നു, ഇതൊക്കെ സ്നേഹത്തോടെ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അതുകൊണ്ട് ഇമ്മാതിരി വലിയ ലിസ്റ്റൊക്കെ പറഞ്ഞ് ആൺപിള്ളേരെ പേടിപ്പിക്കാതിരിക്കുക, പാവങ്ങൾ ജീവിച്ചു പോട്ടെ. ഈ ഒരു പ്രശ്നത്തിന് ശേഷം നായകൻ ജോജോ വളരെ മൂഡ് ഓഫ് ആണ്. അവൻ പ്രാക്ടീസ് ഒന്നും ചെയ്യാതെ ആകെ ഡെസ്പ് അടിച്ചിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് കോച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ഒന്നും ചെയ്യാതിരുന്നാൽ എങ്ങനെയാണ്, ജില്ലാതലം പോലെയല്ല സ്റ്റേറ്റ്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അവിടെ തോറ്റു പോകുമെന്ന് പറയുന്നു. അന്നേരം ജോജോ പറയുകയാണ് എന്തായാലും റിങ്ങിൽ കയറുമ്പോൾ എതിരെ നിൽക്കുന്നവനെ ഇടിച്ചിട്ടാൽ പോരെ, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ വന്നിടിക്കുക, ഒരൊറ്റ പഞ്ചെങ്കിലും എന്റെ മുഖത്ത് കൊള്ളുകയാണെങ്കിൽ നിങ്ങൾ ഇനി പ്രാക്ടീസ് ചെയ്യണ്ട എന്ന് കോച്ച് പറയും. അങ്ങനെ ഇവർ രണ്ടുപേരും പഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടും കോച്ചിന്റെ മുഖത്ത് പോയിട്ട് അയാളുടെ ദേഹത്ത് പോലും ഒരു പഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. മാത്രമല്ല ആന്റണി ജോഷുവ ഇവർ രണ്ടുപേരെ ഇടിച്ച് നിലത്തിടുന്നുമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കൂട്ടുകാരിനെ കാണുമ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ ആകെ മൂഡ് ഓഫ് ആണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ച് ദിവസമായിട്ട് മര്യാദയ്ക്കൊരു കിസ് ചെയ്യാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് അവൻ പറയുന്നു.
അപ്പോൾ അവൾ ചോദിക്കും, നീ അതിന് ആരെ ഇപ്പോൾ പോയി കിസ് ചെയ്തേ? അറിയാതെ അവന്റെ വായിൽ നിന്ന് ചാടിയതാണ്. അവൻ പറയും, ആരെയും ചെയ്തിട്ടല്ല, എനിക്കത് പറ്റുന്നില്ല എന്ന് പറഞ്ഞതാ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ചോദിക്കും, നിനക്ക് എങ്ങനെയുള്ള ഒരു ബോയ് ഫ്രണ്ടിനെയാണ് നിനക്ക് ഇഷ്ടം, അല്ലെങ്കിൽ എങ്ങനെ ഉമ്മ വെക്കുന്നതാണ് നിനക്ക് ഇഷ്ടമെന്ന് ചോദിക്കും. അപ്പോൾ അവള് പറയും, അതൊക്കെ സ്നേഹം കൊണ്ട് ചെയ്യുന്നതല്ലേ, അതിപ്പോ എങ്ങനെയായാലും എന്താ എന്ന് പറഞ്ഞിട്ട് അവൾ അവനൊരു ഉമ്മ കൊടുക്കും. എന്നിട്ട് പറയും, നീ എനിക്ക് ഒരെണ്ണം തന്നെ. അപ്പൊ അവനാണെങ്കിൽ തിരിച്ച് അവൾക്ക് ഒരു ഉമ്മ കൊടുക്കും. ഇതൊക്കെ ഇത്രയേ ഉള്ളല്ലേ? അവന് ഭയങ്കര സന്തോഷമാകും. അങ്ങനെ അവര് അവിടുന്ന് ഹാപ്പി ആയിട്ട് പിരിയുകയാണ്. പിറ്റേന്ന് ജിംഖാനയിലേക്ക് ജില്ലാതലത്തിൽ മത്സരിച്ച ദീപക് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. സ്റ്റേറ്റ്സിലേക്ക് അവന് കോച്ചിങ് വേണമെന്നും ഇത്രയും നാൾ അവൻ യൂട്യൂബ് നോക്കിയാണ് പ്രാക്ടീസ് ചെയ്തിരുന്നതെന്നും അവൻ പറയുന്നു. കൂടാതെ അവൻ പെയിന്റിംഗ് പണിക്ക് പോകുന്ന കാര്യവും പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് വന്നിട്ട് ഇരുന്ന് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടുന്നില്ല, അതുകൊണ്ട് എനിക്ക് കോച്ചിങ് വേണമെന്നാണ് അവൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ദീപക്കും വേറെ 2 പേരും കൂടെ ടീമിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെ എല്ലാം വിളിച്ചു നിർത്തി നമ്മുടെ കോച്ച് മോട്ടിവേഷൻ കൊടുക്കുകയാണ്. ഇത്തവണ നിങ്ങൾ മത്സരിക്കാൻ വേണ്ടി പോകുന്നത് ജിംഖാനയ്ക്ക് വേണ്ടി മാത്രമല്ല, ആലപ്പുഴ ജില്ലയ്ക്കും കൂടി വേണ്ടിയാണെന്നാണ് പറയുന്നത്. വെയിറ്റ് കാറ്റഗറിയിലാണ് ഓരോരുത്തരും മത്സരിക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഡയറ്റ് പ്ലാനും എക്സസൈസുകളും ആന്റണി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. കൂടാതെ ഇതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നും അവൻ പറയുന്നു. പിന്നീട് നിരന്തരം അവർ കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാം കൂടി സ്റ്റേറ്റ് ലെവൽ മത്സരിക്കാൻ വേണ്ടി കൊച്ചിയിലേക്ക് വണ്ടി കയറി. അവിടെ എത്തിയ ശേഷം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കഴിച്ചോളാൻ പറയുമ്പോൾ നമ്മുടെ ജോജോയും പാർട്ടിയൊക്കെ ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ വലിച്ചു വാരി കഴിക്കുന്നുണ്ട്. കോച്ച് അവരെ തടയാൻ ശ്രമിക്കുമെങ്കിലും അവരതൊന്നും കേൾക്കാതെ നല്ല എനർജി വേണ്ട ഇടിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് അവർ വീണ്ടും വീണ്ടും കഴിക്കുകയാണ്. എന്നാൽ കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് വെയിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോഴാണ് ജോജോയ്ക്ക് പണി കിട്ടുന്നത്. ജില്ലാതലത്തിൽ ജോജോ 60 കിലോയിൽ താഴെയുള്ള സെക്ഷനിലാണ് മത്സരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പപ്സും ചായയൊക്കെ ആവശ്യത്തിൽ കൂടുതൽ വലിച്ചു കയറ്റി അവൻ 5 കിലോ കൂടിയിട്ടുണ്ട്. അങ്ങനെ ഡയറ്റ് കൺട്രോൾ ചെയ്യാത്തത് കൊണ്ട് വെയിറ്റ് കൂടിയ കാറ്റഗറിയിൽ അവന് മത്സരിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ജോജോയോട് കോച്ച് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതല്ലേ ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്യണമെന്ന്. ഇപ്പോൾ നിനക്ക് 65 കിലോയിൽ കൂടുതലുള്ള കാറ്റഗറിയിലാണ് മത്സരിക്കേണ്ടത്. അവന്റെ ഓപ്പോണന്റ് ആയിട്ട് വരുന്ന എല്ലാവരും തന്നെ വളരെ ശക്തരായിട്ടുള്ള ആൾക്കാരാണ്. അവരെ എല്ലാം കണ്ട് ജോജോ പേടിക്കുകയാണ്. അങ്ങനെ ഇവര് കോമ്പറ്റീഷൻ നടക്കുന്ന റിംഗ് ഒക്കെ കയറി കാണുകയാണ്. അന്നേരം ഒരുത്തൻ ചോദിക്കുന്നുണ്ട്, ഇത് ശരിക്കും സ്ക്വയർ ആയിട്ടല്ലേ ഇരിക്കുന്നേ, പിന്നെ ആരാണ് ഇതിന് റിംഗ് എന്ന് പേരിട്ടത്? അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നടാഷയും പാർട്ടിയും അങ്ങോട്ട് കയറി വരുന്നത്. വീണ്ടും ജോജോ അവളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് ചെല്ലുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ്. എന്നാൽ നടാഷയും അവളുടെ കൂട്ടുകാരെയും അവന്മാരെ പുച്ഛിച്ചു വിടുകയാണ്. നമ്മളിപ്പോൾ ആലപ്പുഴയ്ക്ക് വേണ്ടിയിട്ടാണ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചു നിൽക്കണം, കപ്പടിക്കണം എന്നൊക്കെ ജോജോ പറയുമ്പോൾ, കപ്പൊക്കെ നമുക്കടിക്കാം, പക്ഷെ ഒന്നിച്ചു നിൽക്കുകയൊന്നും വേണ്ട, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം എന്നൊക്കെയാണ് അവളുമാര് പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് അവരോരുത്തരും അവരവരുടെ ഓപ്പോണന്റ് പ്ലെയേഴ്സിനെ തപ്പിയിറങ്ങുവാണ്. അങ്ങനെ അവരെ ഓപ്പോണന്റിനെ കണ്ടു കഴിയുമ്പോൾ അവരെല്ലാവരും പേടിക്കുകയാണ്. അവരെക്കാൾ കൂടുതൽ ആരോഗ്യവും പ്രാക്ടീസും കിട്ടിയിട്ടുള്ളവരാണ് അവരെല്ലാം തന്നെ. അവരുടെ ഓരോ പഞ്ച് കാണുമ്പോഴും ഇവർ പേടിക്കുകയാണ്. എന്നാൽ ഇവർക്ക് അത്ര വലിയ കോച്ചിങ്ങും കിട്ടിയിട്ടില്ല, അവർക്ക് മാനസികമായിട്ട് അത്ര വലിയ കോൺഫിഡൻസും ഉണ്ടായിരുന്നില്ല. അതിനിടയിൽ ആന്റണി, അതായത് അവരുടെ കോച്ച്, അയാളുടെ കൂട്ടുകാരനെ കാണുന്നുണ്ട്. അവർ തമ്മിൽ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു വരികയാണ്. കൂട്ടുകാരൻ എപ്പോഴും അയാളെ പുച്ഛിച്ച രീതിയിലാണ് സംസാരിക്കുന്നത്. ആന്റണിയെ കുറച്ചു നാളത്തേക്ക് നാഷണൽ ലെവൽ ടീമിൽ നിന്നും ബാൻ ചെയ്തിരിക്കുകയാണ്. ആന്റണിക്ക് അവന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആരെയും ഇടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിന്റെ കാര്യമൊക്കെ പറഞ്ഞ് അവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നിന്നെ നാഷണൽ ലെവലിൽ ഇനി കളിപ്പിക്കത്തില്ല, അതിനുവേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കും എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. കൂടെ നിൽക്കുന്ന കുട്ടികൾക്കാകട്ടെ ഇതെന്താണെന്ന് മനസ്സിലാകുന്നുമില്ല. ഇയാളുടെ സ്റ്റുഡൻസ് ആണ് നമ്മുടെ ജോജോയുടെയും കൂട്ടരുടെയും കൂടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് ആന്റണിക്കും വാശി ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന്. അതിന്റെ കൂടെ അവിടെ വെച്ച് ആൽബിയെയും സംഘത്തെയും കാണുന്നു. ഷിഫാസിനെയും ദീപക്കിനെയെല്ലാം ഈ സംഘം ഭീഷണിപ്പെടുന്നുണ്ട്. നിങ്ങളെല്ലാം റിങ്ങിലിട്ട് തീർക്കുമെന്നാണ് അവർ പറയുന്നത്. ഗ്രാൻഡ് എൻട്രി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ജോജോയും കൂട്ടുകാരും അവിടുന്ന് ഓരോ സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ച് വെറൈറ്റി രീതിയിൽ അവരുടെ എൻട്രി കൊടുക്കുകയാണ്. ആലപ്പുഴ വള്ളംകളി സ്റ്റൈലിലാണ് അവരുടെ എൻട്രി മാത്രമേ അതിഗംഭീരമായിരുന്നുള്ളൂ. അവരുടെ ഫൈറ്റ് എല്ലാം വളരെ ശോകമായിരുന്നു. വളരെ വീരവാദം മുഴക്കിയിരുന്ന ക്രിസ്റ്റഫർ എതിരാളിയുടെ ആദ്യത്തെ ഇടിയിൽ തന്നെ നിലംപരിശാകുകയാണ്. അങ്ങനെ അവരെല്ലാരും കൂടി അവനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയി. അവന് ബോധം വന്നെങ്കിലും അവന്റെ കിളി മൊത്തം പോയിരിക്കുകയാണ്. അവന്റെ അമ്മയാണെന്ന് പറഞ്ഞ് അവിടെയുള്ള നേഴ്സിന്റെ കയ്യിൽ പിടിച്ച് ഉമ്മ വെക്കുകയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അച്ഛനോട് എന്തൊക്കെയോ അവൻ പരിഭവം പറയുന്നുണ്ട്. അവൻ വിചാരിക്കുന്നത് കോച്ച് അവന്റെ അപ്പനും അവിടെ നിൽക്കുന്ന നേഴ്സ് അവന്റെ അമ്മയായിട്ടാണ് അവൻ കാണുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലാകും ഇവന്റെ കിളി ഇതുവരെ വന്നിട്ടില്ല എന്ന്. എടാ, ഇത് നിന്റെ വീടല്ല, ഇത് നമ്മൾ കോമ്പറ്റീഷൻ വന്ന സ്ഥലമാണെന്ന് പറയുമ്പോൾ ആണോ, എന്നാൽ എനിക്ക് അവന്മാർ ഇപ്പൊ ഇടിച്ചിടണമെന്നും പറഞ്ഞ് അവൻ എണീറ്റ് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മാച്ചൊക്കെ കഴിഞ്ഞു, ഇടികൊണ്ട് നീ നോക്കൗട്ടായിട്ട് വീണതാണ്, ഇനി
പഠിക്കാനൊന്നും പോകണ്ട, മോൻ ഇവിടെ കിടന്നോളാൻ പറയും. ഇവർക്ക് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ലെങ്കിലും നടാഷയുടെ ടീമിലുള്ള കുട്ടികൾ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ജോജോ ആ ഫൈറ്റിൽ അവർ തോൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവിടെ നിന്ന്. അങ്ങനെ ആ പെൺകൊച്ച് ആ ഫൈറ്റിൽ തോക്കുകയാണ്. അപ്പോൾ നടാഷയോട് അവൻ പറയും, നിങ്ങളുടെ കൊച്ചിനെയും കൂടെ മെഡിക്കൽ റൂമിലേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറയും. അവനത് കളിയാക്കി പറയുന്നതാണ്. അപ്പോൾ നടാഷ പറയും, നിങ്ങളുടെ ആൾക്കാരെല്ലാം ഇപ്പോൾ മെഡിക്കൽ റൂമിലാണല്ലോ ഉള്ളത്, ബെഡൊന്നും ബാക്കി ഉണ്ടാവില്ല, അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. ഇതിൻ്റെ ഇടയിൽ കിരൺ ദീപകിനോട് പറയുന്നുണ്ട്, കഴിഞ്ഞ തവണ എൻ്റെ മാച്ചിൽ എൻ്റെ ഓപ്പണൻ്റായിട്ട് വന്നവൻ തന്നെയാണ് ഈ പ്രാവശ്യം എൻ്റെ ഓപ്പണൻറ്റ്. കഴിഞ്ഞ തവണ തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് നല്ലപോലെ എനിക്ക് കിട്ടിയതാണ്. ഈ പ്രാവശ്യവും അങ്ങനെയാണെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നാണ് അവൻ പറയുന്നത്. കിരണിന് അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഗ്രാൻഡ് എൻട്രിയെ കൊടുത്ത് പറഞ്ഞു വിടുന്നത് വലുതിനെയാണ്. അവൻ റിങ്ങിൽ കയറി ആദ്യത്തെ ഇടിയിൽ തന്നെ നോക്കൌട്ടായി താഴെ വീഴുകയാണ്. നമ്മുടെ ജിംഖാനയിൽ നിന്ന് വന്ന പിള്ളേർക്കൊന്നും മറ്റു പിള്ളേരുടെ കൂടെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. മെഡിക്കൽ റൂം മുഴുവൻ ജിംഖാനയിലെ പിള്ളേരെ കൊണ്ട് നിറയുകയാണ്. ഡോക്ടർ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, നിങ്ങൾ മൊത്തം എത്ര പേരുണ്ടെന്ന് ഒരു ലിസ്റ്റ് തരുവാണെങ്കിൽ പുറത്തുനിന്ന് വേറെ ബെഡ് അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞ് അവരെ കളിയാക്കുകയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ അവർക്ക് സങ്കടവും ദേഷ്യവും എല്ലാം വരുന്നുണ്ട്. ആന്റണി എണീറ്റിട്ട് പറയാണ്, ഇത്രയും നേരം ഞങ്ങളെ കളിയാക്കാത്തത് ഡോക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഡോക്ടറും ഞങ്ങളെ കളിയാക്കുകയാണ്. അതിനുശേഷം അവന്മാരുടെ നേരെ തിരിഞ്ഞിട്ട്, നീക്ക് കൂടി എന്നെയും കൂടെയാണ് നാണം കെടുത്തുന്നത്. ഞാനിവിടെ എത്ര തവണ മത്സരിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ഗോൾഡ് അടിച്ചുകൊണ്ടാണ് ഞാൻ പോയിട്ടുള്ളത്, അല്ലാതെ നിന്നെപ്പോലെ ഇടിയും മേടിച്ചുകൊണ്ട് ഇവിടെ വന്ന് കിടക്കുകയല്ല ചെയ്തത്. ഡോക്ടറുടെ ഡയലോഗ് കൊണ്ടാണ് ആന്റണി ഇത്രയും ദേഷ്യപ്പെടുന്നതെന്ന് മനസ്സിലായ ഡോക്ടർ ആന്റണിയോട് സോറി പറയുന്നുണ്ടെങ്കിലും ആന്റണി അതൊന്നും ശ്രദ്ധിക്കാതെ, ഇതൊന്നും ഡോക്ടറോടല്ല ഇവന്മാരോടാ എന്ന് പറഞ്ഞിട്ട് അവന്റെ ദേഷ്യം മുഴുവൻ അവിടെ പറഞ്ഞു തീർക്കുകയാണ്. അങ്ങനെ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലപ്പുഴ ഗേൾസ് ടീമിൽ ഒരാൾ ജയിച്ചു എന്നുള്ളൊരു വാർത്ത ആരോ വന്ന് പറയുന്നു. അങ്ങനെ അവരോട് പോയി ഒരു കൺഗ്രാജുലേഷൻസ് പറയാമെന്ന് പറഞ്ഞ് ജോജോയും പിള്ളേരും അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ അവൻ അവിടെ എത്തി കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ നടാഷ അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോജോ പറയും, എനിക്ക് എൻ്റെ കുറെ ട്രിക്സ് ഉണ്ട്, അത് ഞാൻ നിനക്ക് പറഞ്ഞുതരാം, ഇതിങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് എന്ന് പറയും. അങ്ങനെ അവിടെ നിൽക്കുന്ന പെൺകുട്ടിയുടെ കീഴിൽ നിന്ന് ആ ഗ്ലൗ വാങ്ങി ജോജോ ഇടുകയാണ്. എന്നിട്ട് നടാഷയോട് അവനെ ഇടിക്കാൻ വേണ്ടി പറയും. നടാഷയാണെങ്കിൽ കിട്ടിയ അവസരം മുതലെടുത്ത് അവന്റെ നല്ലൊരു പഞ്ച് കൊടുക്കുന്നുണ്ട്. ആകെ മൂഞ്ചിയെന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവൻ അവിടുന്ന് പതിയെ സ്കൂട്ടാകും. പിന്നീട് അവരുടെ ഗ്യാങ്ങിൽ നിന്നും മത്സരിക്കാൻ വേണ്ടി കയറുന്നത് ചെറിയ ഷിഫാസ് ആയിരുന്നു. ആദ്യ റൗണ്ടിൽ അവൻ ഇടി വാങ്ങിയെങ്കിലും ഓരോ റൗണ്ട് കഴിയുന്തോറും അവന്റെ വാശിയും കോൺഫിഡൻസും കൂടി വന്നു. അങ്ങനെ അവനെ മോട്ടിവേറ്റ് ചെയ്യുന്ന അനുസരിച്ച് അവൻ ഓരോ കാര്യങ്ങളും ചെയ്ത് അവസാനം അവന്റെ എതിരാളിയെ അവൻ തോൽപ്പിക്കും. അങ്ങനെ കണ്ടു നിന്ന കാണികൾ വരെ ഞെട്ടി. കാരണം ഇവരുടെ ടീമെല്ലാം ഓരോരുത്തരായി നോക്കൌട്ടായി വീഴുകയായിരുന്നു. അപ്പോഴാണ് ചെറുത് ഇതിൽ വിജയിച്ചിരിക്കുന്നത്. അവരെ കളിയാക്കിയ ഡോക്ടർ ഉൾപ്പെടെ അവിടെ കൈയടിക്കുന്നുണ്ട്. എല്ലാവരും വന്ന് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുകയാണ്. നടാഷയുടെ ടീമിലുള്ള ഒരു കുട്ടി ശരിക്കും അവന്റെ ഫൈറ്റ് കണ്ട് ഇംപ്രസ് ആയിട്ടുണ്ട്. ഇതിനിടയിൽ അവൻ പറയും, നിങ്ങൾ എന്നെ ചെറുതേ എന്ന് വിളിച്ച് കളിയാക്കുന്നില്ലായിരുന്നോ? ഇപ്പം നിനക്ക് മനസ്സിലായോ ചെറുതാരാണെന്നും വലുതാരാണെന്നും? കുറച്ച് പൊക്കമൊന്നും ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നവൻ പറയും. അവനെ ചെറുതേ എന്ന് എല്ലാവരും വിളിക്കുമ്പോൾ അവൻ അത് കേൾക്കുമെങ്കിലും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അതൊരു വേദനയായിരുന്നുവെന്ന് അവന്റെ ആ വാക്കിലൂടെ നമുക്ക് മനസ്സിലാകും. പിന്നീട് മത്സരിക്കാൻ വേണ്ടി പോകുന്നത് ജോജോയാണ്. അവന്റെ കൂടെയുള്ള എല്ലാവരും അവനെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ടെൻഷനുണ്ട്. കുറച്ചു നേരമൊക്കെ അവൻ പിടിച്ചു നിന്നെങ്കിലും അവസാനം അവനും തോൽവി സമ്മതിക്കേണ്ടി വരുന്നു. അങ്ങനെ അവൻ റിങ്ങിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കൂടെയുള്ളവരൊക്കെ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും ജിംഖാനയിലെ കോച്ചുമാരിൽ ഒരാൾ വന്നിട്ട്, ഞങ്ങൾ പോവുക, ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം, നീ എന്ത് കോമാളിത്തരവ് അവിടെ കിടന്ന് കാണിച്ചേ, നിങ്ങളെല്ലാം കൂടി വന്നാരേ, ഞാൻ എന്തായാലും പോകുക എന്ന് പറഞ്ഞ് പുള്ളി അവിടുന്ന് പോകും. വണ്ടിക്കൂലിക്ക് പൈസ ചോദിക്കുമ്പോൾ നിങ്ങൾ വല്ല കള്ളവണ്ടിയും കയറി വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ അവർ നിരാശയോടെ തിരിച്ചു പോകാൻ നേരം നടാഷയുടെ മാച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിജോ പറയും, എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്നതല്ലേ, അവളുടെ മാച്ചും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാം. മാച്ച് കാണാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെ നടാഷയുടെ പഞ്ചൊക്കെ കണ്ടിട്ട് അവനും അതുപോലെ പഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഫൈറ്റിനിടയിൽ ജോജോ, നീ വളരെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്നും നിന്നെ കൊണ്ട് വിൻ ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആ മത്സരത്തിൽ അവൾ വിജയിക്കുകയും ചെയ്യും. ഇതേ സമയം കിരൺ കഴിഞ്ഞ തവണ അവന് കിട്ടിയ ഇടിയെല്ലാം ഓർത്ത് പേടിച്ച് റിങ്ങിൽ ഇറങ്ങാൻ മടിച്ചു നിൽക്കുകയാണ്. കോച്ചൊക്കെ വന്ന് എന്തോരം മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടും അവന് യാതൊരുവിധ കുലുക്കവുമില്ല. അങ്ങനെ അവരെല്ലാം തിരിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ജോജോ പറയും, ഞാനൊരു നമ്പർ ഇട്ട് നോക്കാം, ചിലപ്പോൾ ഏക്കുമായിരിക്കും. ജോജോ അവന്റെ അടുത്ത് വന്നിട്ട് പറയും, സാരമില്ലടാ, നീ ഇറങ്ങണ്ട. സ്വന്തമായിട്ടൊരു പെൺകൊച്ചിനെ പോലും പ്രപ്പോസ് ചെയ്യാൻ ധൈര്യമില്ലാത്ത നീ എങ്ങനെ പോയി അവനോട് ഇടിച്ച് ജയിക്കാനാ? സാരമില്ല, പോട്ടെ. കുറച്ചും കൂടെയൊക്കെ ധൈര്യം ഉണ്ടെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ എന്ത് ചെയ്യാനാ, നിന്നെ കൊണ്ട് അതിനൊന്നും കഴിയത്തില്ലടാ.
നമുക്ക് എന്തായാലും തിരിച്ചു പോകാം, നമുക്ക് തോൽവി സമ്മതിച്ച് വീട്ടിൽ പോയി വെറുതെ ഇരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കും. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അവൻ പറയും, അങ്ങനെയൊന്നുമില്ലടാ, ഞാൻ പോയി ഇരിക്കാം, ഞാൻ മാച്ചിൽ ഇറങ്ങാൻ, ഞാൻ അതിൽ വിജയിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ ആകെ കോൺഫിഡൻസ് ഒക്കെ വീണ്ടെടുത്ത് വീണ്ടും മാച്ചിലേക്ക് പോവുകയാണ്. അങ്ങനെ കിരൺ വളരെ നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും നോക്കൌട്ട് ആവുന്നില്ല. റൗണ്ടുകളെല്ലാം കഴിഞ്ഞിട്ടും അവരൊന്നിനൊന്നിനും മികച്ചതായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവസാനം പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ അവൻ തോക്കുന്നുണ്ടെങ്കിലും അവന് വലിയ നിരാശയൊന്നും ഉണ്ടാകുന്നില്ല. കാരണം അവൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് തന്നെയാണ് തോറ്റിരിക്കുന്നത്. ഇനി കോമ്പറ്റീഷന് ബാലൻസ് ഉള്ളത് ദീപക്കാണ്. അവന്റെ ഓപ്പോണന്റിന് ഒരു പ്രശ്നമുണ്ട്. അവന്റെ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് ഇടത് കൈക്കാണ്. അതുകൊണ്ട് അവന്റെ നീക്കങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് ഊഹിക്കാൻ കൂടി കഴിയത്തില്ല. അത് ദീപക്കിനോട് കോച്ച് പറയുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോജോ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, ദീപക് നല്ല ബോക്സറാണ്. കുറച്ചു കഴിഞ്ഞിട്ട് ആൽബിന്റെ ഫ്രണ്ട്സും ആ ഗ്യാങ്ങും വന്നിട്ട് ദീപകിനോട് വന്ന് പറയും, വാക്കോർ വാങ്ങി പോയിക്കോളാൻ പറ, അവനെ കൊണ്ട് ഇതിനൊന്നും കഴിയത്തില്ല, വെറുതെ എന്തിനാ ഇടി കൊള്ളുന്നേ. എന്നാൽ ജോജോ അവരെ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ എന്തായാലും വാക്കോർ വാങ്ങിക്കാമെന്ന് ഓർത്തോണ്ടാണ് ഇരുന്നത്, പക്ഷേ നിങ്ങൾ എന്തായാലും ഇവിടെ വരെ വന്നു പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തായാലും വാക്കോവർ വാങ്ങിക്കുന്നില്ല. അവൻ ഫൈറ്റ് ചെയ്യുകയും ചെയ്യും, അതിൽ വിജയിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നാ ചെയ്തോ എന്ന് പറഞ്ഞ് ജോജോ അവിടെ നിന്നും പോകും. പിന്നീട് ദീപക് ഇത് അറിയുന്നുണ്ടെങ്കിലും കോച്ച് പറയും, അങ്ങനെ നിന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പലരും പലതും വന്ന് സംസാരിച്ചു നിൽക്കും, നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, നീ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്തോ, നിന്നെ കൊണ്ട് വിജയിക്കാൻ സാധിക്കും എന്ന് അവൻ പറയും. അങ്ങനെ അവൻ റിങ്ങിലിറങ്ങി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ നല്ല മികച്ച രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓപ്പോണന്റ് തോക്കും എന്നൊരു ഘട്ടമാക്കി കഴിയുമ്പോൾ ആ ഗ്യാങ്ങിലുള്ള ഒരാൾ വന്നിട്ട് പറയും, നീ ഇതിന് വാക്കോർ വാങ്ങിച്ചില്ലെങ്കിൽ നിന്നെ തീർത്ത് കളയും, നിന്റെ ടീമിനുള്ളവരെയും ഞങ്ങൾ തീർത്ത് കളയും എന്ന് പറയും. അങ്ങനെ നിരന്തരമായിട്ടുള്ള അവരുടെ ഭീഷണിക്ക് ഭയന്ന് ദീപക് അവിടുന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഇറങ്ങിപ്പോരുകയാണ്. അവൻ അങ്ങനെ ഇറങ്ങിപ്പോകുന്നത് കൊണ്ട് ഓപ്പോണന്റാണ് ജയിച്ചത്. ജയിക്കാൻ ചാൻസ് ഉണ്ടായിട്ടും അവൻ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് കണ്ട കോച്ച് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവർ കുറേയൊക്കെ തിരഞ്ഞെങ്കിലും കോച്ചിനെ കാണാതാകുമ്പോൾ അവരെല്ലാവരും കൂടെ തിരിച്ചു പോകാൻ വേണ്ടി തീരുമാനിക്കും. അതിനു മുമ്പായിട്ട് ജിജോ നടാഷയുടെ അടുത്ത് ചെന്ന്, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയും. നമ്മൾ പറയും, എന്താ പറയാനുള്ളതെന്ന് എനിക്കറിയാം, നീ അത് പറയണ്ട എന്ന് പറയും. അപ്പോൾ അവൻ ചോദിക്കും, നിനക്ക് എങ്ങനെയുള്ള ഒരു ബോയ് ഫ്രണ്ടിനെയാണ് ഇഷ്ടം, അല്ലെങ്കിൽ നീ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കാനൊരു കാരണമുണ്ട്. അവന്റെ ലൈഫിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ ആദ്യം കണ്ടതാണ്. അതുകൊണ്ട് വെറുതെ പണി വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ച് അവൻ അങ്ങനെ ചോദിക്കുമ്പോൾ നടാഷ പറയും, എനിക്ക് ദീപക് ചേട്ടനെ പോലെയുള്ള ഒരാളെയാണ് എനിക്കിഷ്ടമെന്ന് പറയും. ഇത് കേട്ട ജോജോ, എന്നാൽ ശരി നമുക്ക് പിന്നീട് കാണാം എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. പിന്നീട് കൂട്ടുകാരെയും കൂട്ടി അവൻ പോകാൻ തുടങ്ങുമ്പോൾ അവനൊരു കോള് വരും. അത് അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഷെറിനാണ്. അവൾ ആരൊക്കെ തോറ്റു ജയിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും തോറ്റു, നല്ലപോലെ ഇടിയും കിട്ടിയെന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷേ ചെറുത് മാത്രം ഒരു ഫൈറ്റിൽ വിജയിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചെറുത് വിജയിച്ച കാര്യം അവൻ ഓർക്കുന്നത്. ജോജോ അപ്പോൾ ബാക്കിയുള്ളവരോട് പറയും, നമ്മളല്ലേ തോറ്റിട്ടുള്ളൂ, ചെറുത് ജയിച്ചതല്ലേ, അതുകൊണ്ട് അവനെ അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് റിങ്ങിലിറക്കാമെന്ന് പറയും. അങ്ങനെ അവരുടെ എല്ലാം മോട്ടിവേഷനൊക്കെ കേട്ട് ചെറുത് വീണ്ടും റിങ്ങിലേക്ക് ഇറങ്ങുകയാണ്. അവരെല്ലാം തോറ്റതുകൊണ്ട് അവർക്ക് എൻട്രി കൊടുക്കാനായിട്ട് ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ കൂടി നിന്ന ആളുകളൊക്കെ ചെറുതിന്റെ ആ ഫൈറ്റ് കണ്ടവരായതുകൊണ്ട് അവരെല്ലാം ആർപ്പ് വിളിച്ച് അവനൊരു ഗ്രാൻഡ് എൻട്രി തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആന്റണിയെ തേടി ജോജോ പോവുകയാണ്. ഇതേ സമയം ആന്റണി ആകെ നിരാശനായിട്ട് നിൽക്കുകയാണ്. ജോജോ അങ്ങോട്ട് ചെന്നിട്ട് പറയും, അവന് നന്നായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു, അവൻ ചെയ്തുകൊണ്ടിരുന്നല്ലേ, അവന്റെ പുറകിൽ നടന്ന് ഭീഷണിപ്പെടുത്തിയോണ്ടല്ലേ അവൻ പിന്മാറിയത്, ഇല്ലെങ്കിൽ അവൻ ഉറപ്പായിട്ടും കളിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് തവണ പുറകെ നടന്ന് ഭീഷണിപ്പെടുത്തിയാൽ ആർക്കാണ് പേടിയുണ്ടാവാതിരിക്കുക, അതുകൊണ്ടല്ലേ അവൻ അതിൽ നിന്ന് പിന്മാറിയത്. ശരിക്കും അവനല്ലല്ലോ അതിൻ്റെ അകത്തെ പ്രശ്നക്കാരൻ, പുറകെ നടന്ന് ഭീഷണിപ്പെടുത്തിയവരല്ലേ എന്ന് ജോജോ ചോദിക്കും. അപ്പോൾ ആന്റണിക്ക് മനസ്സിലാകും അത് ശരിയാണെന്നുള്ള കാര്യം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദീപകിനെ ഭീഷണിപ്പെടുത്തിയ ഒരാള് അങ്ങോട്ട് വരുന്നുണ്ട്. അതേസമയത്ത് ദേഷ്യം വന്ന ആന്റണി അവിടെ കിടന്നൊരു ചുടുകട്ട എടുത്ത് അവന്റെ തലകിട്ട് നോക്കി ഒരടി അങ്ങ് വെച്ചു കൊടുക്കും. അങ്ങനെ അവൻ അവിടെ ബാത്റൂം എല്ലാം പൊളിച്ചുകൊണ്ട് നിലത്ത് പോയി വീഴുകയാണ്. ജോജോ തടയാൻ വേണ്ടി ശ്രമിക്കുമെങ്കിലും അതിന് കഴിയത്തില്ല. അവന്റെ നല്ല ഇടി കൊടുത്തിട്ടാണ് ആന്റണിയും ജോജോയും അവിടുന്ന് പോകുന്നത്. ഇനി അവിടെ നിൽക്കുന്ന അപകടമാണെന്ന് മനസ്സിലാക്കുന്ന അവർ നേരെ റിങ്ങിലേക്ക് വരികയാണ്. അങ്ങനെ റിങ്ങിലുണ്ടായിരുന്ന നമ്മുടെ ചെറുതിനെയും അവരെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മെയിൻ ഗേറ്റ് വഴി പോയി കഴിഞ്ഞാൽ അവരവിടെ ചിലപ്പോൾ നിൽപ്പുണ്ടാവും. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ ഇടി കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവർ വേറൊരു വഴി കൂടി പുറത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അത് ചെന്നെത്തുന്ന വേറൊരു കോർട്ടിലേക്കാണ്. എന്നാൽ അവിടെ അവരെയും കാത്ത് മറ്റേ ടീം നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ആകും. ഫൈറ്റ് അങ്ങനെ കൂടി അവർ ആ വഴിയിൽ നിന്ന് ചാടി വേറെ റോട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കും. അന്നേരം ഒരു കാർ ആക്സിഡന്റ് ആവാൻ വേണ്ടി വരുന്നതോടുകൂടി പോലീസുകാരും അങ്ങോട്ട് കയറി വരും. അങ്ങനെ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദീപക്കും ജോജോയും ഓടുന്നതിന്റെ ഇടയ്ക്ക് ജോജോ പറയുന്നുണ്ട്, ആ നടാഷയ്ക്ക് നിന്നെ ഒരു ചെറിയ നോട്ടമുണ്ട്. അവൾ പറഞ്ഞ കാര്യം ജോജോ ദീപക്കിനോട് പറയുകയാണ്. അപ്പോൾ അവൻ ചോദിക്കും, നിനക്കിത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ച് അവൻ തിരിച്ചു
പോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ ജോജോ പറയും അത് സാരമില്ല, ഇപ്പൊ നമുക്ക് നമ്മുടെ തടി നോക്കാം, അവളെ നമുക്ക് പിന്നീടാണായാലും പൊക്കാമല്ലോ എന്ന് പറയും. അവർ വരുന്ന വണ്ടിക്കൊക്കെ കൈ കാണിക്കുന്നുണ്ടെങ്കിലും ആരും നിർത്തുന്നില്ല. അങ്ങനെ ആലപ്പുഴയിലേക്ക് പോകുന്ന ഒരു ആംബുലൻസ് അവർക്ക് കിട്ടും. അങ്ങനെ ഒരു ആംബുലൻസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദീപക് പറയും ഞാൻ കാരണമല്ലേ നിങ്ങൾക്ക് ഇത്രയോ ഇടി കിട്ടിയത്, ഞാൻ ആ ഫൈറ്റ് നന്നായിട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു, ഞാനാണല്ലോ അതിനും കാര്യം, ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് ദീപക് പറയുമ്പോൾ ആന്റണി പറയുന്നുണ്ട് നീ അല്ല കാരണം, ശരിക്കും ഞാൻ തന്നെയാണ്. എന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടി എനിക്ക് കഴിയുന്നില്ല. ഞാൻ എന്റെ ഫൈറ്റ് കാണിക്കേണ്ടത് റിങ്ങിലാണ്, അല്ലാതെ റോഡിലല്ല. ഞാൻ അയാളെ പോയി ഇടിക്കാതിരിക്കുമായിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടാകത്തില്ലായിരുന്നു. പണ്ടും ഇതുപോലെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് കയറി പിടിച്ച കോച്ചിനെ ഞാൻ ശരിക്കൊന്ന് പഞ്ഞിക്കിട്ടായിരുന്നു. അതിന്റെ പേരിലാണ് എന്നെ ഇപ്പോഴും ബാൻ ചെയ്തിരിക്കുന്നതെന്ന് അവൻ പറയും. എന്തായാലും കാര്യങ്ങളൊക്കെ ഇത്ര വരെയായി. അടുത്ത തവണ നമ്മൾ എന്തായാലും നന്നായി പ്രാക്ടീസ് ചെയ്ത് ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി നമ്മൾ കപ്പടിക്കുമെന്ന് അവർ പറയും. എന്നാൽ ജോജോ വളരെ നെഗറ്റീവാണ്. അവൻ പറയും എന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ എങ്ങനെയെങ്കിലും സപ്ലിയൊക്കെ ഒന്ന് എഴുതിയെടുത്ത് കോളേജിൽ വല്ല അഡ്മിഷനും എടുക്കാൻ വേണ്ടി നോക്കുകയാണ് എന്ന് പറയും. അങ്ങനെ അവർ ആംബുലൻസിൽ വന്നെത്തുന്നത് ജോജോയുടെ വീട്ടിലേക്കാണ്. ആംബുലൻസിൽ വരുന്നത് കണ്ട് അമ്മയൊന്ന് പേടിക്കുമെങ്കിലും ജോജോ പറയും ഞങ്ങൾ തോറ്റ അമ്മയെ വന്നിരിക്കുന്നേ, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവന്റെ അമ്മ പറയും നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, നിന്നെ കൊണ്ടൊന്നും ഇതിന് കഴിയത്തില്ല. മര്യാദയ്ക്ക് ആ സപ്ലിയൊക്കെ എഴുതിയെടുത്ത് പഠിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ജയിക്കാമായിരുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ കൂട്ടുകാരെല്ലാരും കൂടി പറയും അവൻ അങ്ങനെയൊന്നുമല്ല, അവന്റെ രീതിയിൽ അവൻ അടിപൊളിയാണ്, അവനാണ് ഞങ്ങളെ ഇത്രയും മോട്ടിവേറ്റ് ചെയ്ത്, അതുകൊണ്ട് അമ്മ വിചാരിക്കുന്ന പോലെ അവനൊരു തോൽവിയൊന്നുമല്ല എന്ന് പറയും. ഇതിനിടയിൽ വനിത പറയുന്നുണ്ട് അവനൊരു കിങ് ഒന്നും ആയിരിക്കില്ല, പക്ഷേ അവനൊരു കിങ് മേക്കറാണ് എന്ന് പറയും. ഇതെല്ലാം കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ജോജോ വളരെയധികം മോട്ടിവേറ്റഡ് ആവും. അവൻ എണീറ്റിട്ട് പറയും അടുത്ത വർഷം ഞങ്ങൾ മത്സരിക്കുകയും ചെയ്യും, കപ്പടിക്കുകയും ചെയ്യും. ഞാൻ അതിൽ മത്സരിക്കുന്നില്ലെങ്കിലും ഞാൻ ഇവരുടെ ടീം മാനേജർ ആയിരിക്കും. അങ്ങനെ അവർ അടുത്ത വർഷത്തെ കോമ്പറ്റീഷന് വേണ്ടി വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നിടത്താണ് ഈ സിനിമ അവസാനിക്കുന്നത്. കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എത്ര പേര് ഇത്ര നേരം കേട്ടിരുന്നു എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും മോട്ടിവേഷനും ഇല്ലെങ്കിൽ എനിക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. See you soon.